നിലപാട്. സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിലേക്ക് മാത്രമേ ഞങ്ങളുടെ മുഖം തിരിക്കൂ, അവനിലേക്ക് മാത്രമേ ഞങ്ങളുടെ കൈകൾ നീട്ടൂ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമായിരിക്കണം ഈ ഈദിന്റെ മുസല്ലയിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത്. ആ ഖലീലുല്ലാഹിയുടെ ആദർശം അത് കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കൈമാറുന്ന പ്രബോധകന്മാരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സിലാക്കിയ സത്യവുമായി തൻ്റെ വീട്ടിൽ അദ്ദേഹം മൂടിപ്പുതച്ച് കിടന്നില്ല. തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, തൻ്റെ ജനതയോട് പറഞ്ഞു, രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുന്നിൽ ചെന്ന് തൗഹീദ് പ്രഖ്യാപിച്ചു. തൻ്റെ കുടുംബത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, നിങ്ങൾ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ, ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ ലിമ തഅബുദു, എന്തിനു വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവേ അങ്ങ് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തോട് പറയണം, കൂട്ടരെ, ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ അവർ കേൾക്കുകയില്ല, അവർ കാണുകയില്ല. ആരാധനകൾ അർപ്പിക്കേണ്ടത് എല്ലാം കാണുന്നവനോടായിരിക്കണം, എല്ലാം കേൾക്കുന്നവനോടായിരിക്കണം, ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവനോടായിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടരുകയാണ്, യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, എൻ്റെ പൊന്നു പിതാവേ, ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയാ. എൻ്റെ പിതാവേ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്, ആ പിശാചിൻ്റെ വഴിയുടെ പിറകെ പോകരുത്. അവൻ തൻ്റെ റബ്ബിനോട് ധിക്കാരിയാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ പിതാവേ? അങ്ങയോടുള്ള ദേഷ്യമല്ല, അങ്ങയോടുള്ള വൈരാഗ്യമല്ല, മറിച്ച് യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷയെ ഞാൻ പേടിക്കുകയാണ്. ഉപ്പ, ശിർക്ക് വന്നാൽ, ജാറങ്ങളിൽ പോയാൽ, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാൽ, ഏലസില ഭയം തേടിയാൽ, ഏതെങ്കിലും അല്ലാഹുവല്ലാത്ത വസ്തുക്കളുടെ മുന്നിൽ കൈകൾ നീട്ടിയാൽ ശിർക്കാണ്. ആ ശിർക്ക് വന്നാൽ നാളെ നരകമാണ്. ആ നരകത്തിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവേ ഞാനിത് പറയുന്നത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചുവെങ്കിൽ, പ്രിയമുള്ള കൂട്ടരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റുന്നവരെ, ശിർക്ക് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന നമുക്കെങ്ങനെയാണ് ഖലീലുല്ലാഹിയുടെ മില്ലത്തിലാണെന്ന് പറയാൻ കഴിയുന്നത്? നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈകളിൽ ചരട് കെട്ടിയ, കൈകളിൽ ഏരസു കെട്ടിയ, കൈകളിൽ ഉറുക്കു കെട്ടിയ, ഫിത്രത്തിൽ ജനിച്ചിട്ടും ശുദ്ധമായ തൗഹീദിൽ ജനിച്ചിട്ടും ശിർക്കിൽ വളരുന്ന കൊച്ചുമക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇത് പാടില്ല എന്ന് പറയാൻ, അവരുടെ ഉമ്മയോട് ഇത് ശിർക്കാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, കൂട്ടരെ, എന്ത് ഇബ്രാഹിം മില്ലത്താണ്, എന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗമാണ് നമ്മൾ പറയുന്നത്? നമുക്ക് അവരോട് ചോദിക്കാൻ കഴിയണം, ഉമ്മ, ഗർഭപാത്രത്തിൽ ഒരു സിക്താണ്ഡമായി, അണ്ടമായി കടിഞ്ഞിരുന്നൊരു കാലമില്ലേ? അന്ന് ആ കുഞ്ഞിനെ സംരക്ഷിച്ചതാരാണ്? ആ കുഞ്ഞിന് അന്നം നൽകിയതാരാണ്? ആ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിയന്ത്രിച്ചതാരാണ്? ഏതെങ്കിലും ഏലസിനു പങ്കുണ്ടോ? ഏതെങ്കിലും ഉറുക്കിനു പങ്കുണ്ടോ? ഏതെങ്കിലും കറുത്ത ചരടിനു പങ്കുണ്ടോ? ഇതിനൊന്നിനും പങ്കില്ല എങ്കിൽ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബ് ആ കുഞ്ഞിന് മതിയായതാണ് എന്ന തൗഹീദിന്റെ ആദർശം നമ്മുടെ കുടുംബത്തിന് കൈമാറാൻ, ഈ സമൂഹത്തിന് കൈമാറാൻ, ഉറുക്കിൽ നിന്നും ഏലസിൽ നിന്നും ചരടിൽ നിന്നും തകിടിൽ നിന്നും ശുദ്ധമായ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം അബുദാകണം, നമ്മൾ അടിമയാകണം. അടിമയുടെ മനഃശാസ്ത്രം ഉടമയെ അനുസരിക്കുക എന്നുള്ളതാണ്. ഉടമ ഒരു കാര്യം കൽപ്പിച്ചാൽ എന്തിനു ഞാനത് ചെയ്യണം? അടിമയത് ചോദിക്കാറില്ല. ഞാനിത് ചെയ്താൽ എന്തു ലഭിക്കും? അടിമയത് ചോദിക്കാറില്ല. അടിമയുടെ മനഃശാസ്ത്രം ഉടമ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. കൂട്ടരെ, പ്രിയമുള്ള മുസ്ലിം സഹോദര, പ്രിയമുള്ള മുസ്ലിം സഹോദരി, നമ്മൾ ഏതെങ്കിലും മനുഷ്യരുടെ അടിമകളല്ല. നമ്മൾ ഏതെങ്കിലും അന്നം കടിക്കുന്ന, കൈകൾ കൊണ്ട് ഭക്ഷണം കടിക്കുന്ന, നടന്നു പോകുന്ന മനുഷ്യരുടെ അടിമകളല്ല.
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച സട്ടാവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് അബ്ദാണെന്ന് പറയാൻ, ഞാനൊരു അടിമയാണെന്ന് പറയാൻ നമുക്കൊരു മടിയുടെ ആവശ്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കീഴൊതുങ്ങാൻ പറഞ്ഞു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം താങ്കൾ കീഴൊതുങ്ങണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹം പ്രഖ്യാപിച്ചു, റബ്ബേ ഞാനിതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാനിതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. എല്ലാ കൽപ്പനകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കീഴൊതുങ്ങിയെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ നീ പറഞ്ഞ കൽപ്പനയിൽ ഞങ്ങൾ കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ രൂപത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ റബ്ബിന്റെ കൽപ്പനയ്ക്കിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നിടത്ത് പോലും ധിക്കാരം പ്രവർത്തിക്കുന്നവരായി എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കടിക്കുന്ന മുസ്ലിമേ, എന്താണ് ഇതിന്റെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലത് കൈ കൊണ്ട് കടിക്കാൻ. എന്നാൽ എന്തേ ആ വെള്ളം കുടിക്കുന്നിടത്ത് വലതിനെ മുന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത്? അപ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പിശാചിങ്ങനെ കുറുകുകയാണ്. ഇടത് കൈ കൊണ്ട് കടിക്ക്, ഇടത് കൈ കൊണ്ട് കുടിക്ക്, വലത് കൈ കൊണ്ട് കുടിച്ചാൽ ആ ഗ്ലാസിൽ അതിലടുക്കാകും എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്, റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കു മുന്നിൽ, റബ്ബിൻ്റെ കൽപ്പനയ്ക്കു മുന്നിൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ ദീനീ പഠനത്തിൻ്റെ വിഷയം അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതുണ്ട്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം നൽകുന്ന വസിയത്ത്, മക്കളെ വിളിച്ചുകൊണ്ട് നൽകുന്ന വസിയത്ത് സമ്പത്തിനെ കുറിച്ചല്ല, തൻ്റെ ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങളെ കുറിച്ചല്ല, ദുനിയാവിന്റെ മറ്റെന്തെങ്കിലും വിഷയങ്ങളല്ല. ഖലീലുല്ലാഹിയുടെ വസിയത്ത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് മക്കളെ, ഇസ്ലാമിലായിട്ടല്ലാതെ മരണപ്പെടരുത് മക്കളെ. എങ്കിൽ നമ്മുടെ മക്കളുടെ ദീനീ പഠനം, നമ്മുടെ ഭാര്യമാരുടെ ദീനീ പഠനം അത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഹാജറുമാരുണ്ടാകണം, അള്ളാഹുവിനെ പേടിയുള്ള ഭാര്യമാരുണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇസ്മായിൽ ഉണ്ടാകുക. അപ്പോഴാണ് ഉപ്പ അള്ളാഹു കൽപ്പിച്ചത് എൻ്റെ ഉപ്പ പ്രവർത്തിക്കുക, റബ്ബിനെ അനുസരിക്കുന്നതിൽ എന്നെ കാണാമെന്ന ഇസ്മായിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഖുർആൻ പഠിക്കുന്ന, ദീനു പഠിക്കുന്ന ഹാജറുമാരുണ്ടാകണം. മരുഭൂമിയിൽ തനിച്ചാക്കി തിരിച്ചു നടക്കുമ്പോ പ്രിയതമനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പനയാണോ, റബ്ബിന്റെ കൽപ്പനയാണോ? അതേ എന്ന് പറയുമ്പോ മക്കയിൽ ആദ്യമായി കേട്ട ഒരു പെണ്ണിന്റെ ശബ്ദം റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ ആ റബ്ബ് മതി ഇബ്രാഹിം, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്ന ഒരു ഉമ്മയെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ മതബോധമുള്ള ഹാജറിനെ പോലെ നമ്മുടെ ഭാര്യമാർ അവർ മാറണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാകണം. QHLSന്റെ പഠന ക്ലാസ്സുകളിൽ കുടുംബസമേതം നമ്മൾ ഉണ്ടാകണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് കുടുംബസമേതം നമ്മൾ പോകുന്നു, എത്ര യാത്രകൾ ആഴ്ചകളിൽ നമ്മൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, കൈകളിൽ ഒരു കിതാബ് പിടിച്ച്, കൈകളിൽ ഒരു മുസ്ഹഫ് പിടിച്ച് ഖുർആനിന്റെ സദസ്സിൽ കുടുംബസമേതം ആഴ്ചയിൽ 1 മണിക്കൂർ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പരാജയത്തെ തിരഞ്ഞ് മറ്റെവിടേക്കും നമ്മൾ പോകേണ്ടതില്ല. ഖുർആൻ ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ?
ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നില്ലേ? ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചേക്കുകയാണോ മനുഷ്യരെ? പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ഹൃദയത്തിന്റെ പൂട്ട് പൊട്ടിക്കുക, ഹൃദയത്തിന്റെ ലോക്ക് പൊട്ടിക്കുക, ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠനത്തിന്റെ ക്ലാസ്സിൽ കുടുംബസമേതം പങ്കെടുക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുന്നവരാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കേട്ടു. അദ്ദേഹത്തിൽ നിന്ന് അബൂ അബ്ദുറഹ്മാൻ, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതൻ, അദ്ദേഹം കേട്ടു. ആ ഹദീസ് കേട്ടതു മുതൽ ഹിജ്റയുടെ 70 വരെ 40 കൊല്ലം പ്രവാചകന്റെ പള്ളിയിൽ ദീനു പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ അദ്ദേഹം ചടഞ്ഞിരുന്നു. ഒരൊറ്റ ഹദീസ് 40 കൊല്ലം ഖുർആൻ പഠിക്കാൻ അദ്ദേഹത്തെ ചടഞ്ഞിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദാകല്ലദി അഖഅദനി മഖഅദി ഹാദാ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന ഹദീസാണ് 40 കൊല്ലം ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ എന്നെ ഇരുത്തിയത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്നിരിക്കുന്ന ഏതു കസേരയെക്കാളും ഉയരമുള്ളതാണ്, ഉയർന്ന ദർജയുള്ളതാണ് ഖുർആൻ പഠിക്കുന്ന മജ്ലിസിലെ ആ ഇരിപ്പിടം എന്നുള്ളത്. നിങ്ങൾ ഡോക്ടറുടെ കസേരയിൽ ഇരുന്നാലും, നിങ്ങൾ എഞ്ചിനീയറുടെ കസേരയിൽ ഇരുന്നാലും, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ കസേരയിൽ ഇരുന്നാലും കൂട്ടരെ, അതൊന്നും ഖുർആനിന്റെ മജ്ലിസിലെ ഇരിപ്പിടത്തേക്കാൾ ഫദ്ലുള്ളതല്ല, മഹത്വമുള്ളതല്ല എന്ന് തിരിച്ചറിയുക. ഖുർആനിന്റെ ക്ലാസ്സിൽ കുടുംബസമേതം ഭാര്യയുടെ കൈപിടിച്ച്, മക്കളുടെ കൈപിടിച്ച് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധം ചേർക്കണം. പരസ്പരം അകലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരു 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് ഖുതുബയിൽ കേൾക്കാറുണ്ടായിരുന്നു അമേരിക്കയിലൊക്കെ വൃദ്ധസദനങ്ങൾ ഉണ്ട് എന്ന്. അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതാ വൃദ്ധസദനങ്ങളുണ്ട്, അത് നമ്മുടെ നാട്ടിലേക്ക് വരരുത് എന്നു കേട്ടിരുന്നൊരു കാലം കഴിഞ്ഞുപോയി. ഇന്നോ പാലക്കാട് ജില്ലയിൽ എത്ര വൃദ്ധസദനങ്ങളുണ്ട്! ഗവൺമെന്റ് സംവിധാനത്തിന്റെ കീഴിൽ എത്ര പ്രായമായവരെ കൊണ്ടു ചെന്നാക്കാൻ സംവിധാനങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, നമ്മൾ ആലോചിക്കണം. പ്രായമായവർ നമ്മുടെ മാതാപിതാക്കൾ, അവർ നമ്മുടെ സ്വർഗമാണ്. അവരെ ഏതെങ്കിലും വീടിന്റെ ഒരു മൂലയിലേക്ക് തള്ളിയിടുന്നവരായി അവർ മാറരുത്. അവരെ സ്നേഹിക്കാൻ, അവരെ പരിഗണിക്കാൻ, കുടുംബത്തിലെ പ്രായമായവരെ അറിയാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ പ്രിയമുള്ള മുസ്ലിം സഹോദര നമുക്ക് കഴിയേണ്ടതുണ്ട്. ആഘോഷത്തിന്റെ, ആർഭാടത്തിന്റെ ഭ്രമം അതിശക്തമായി നമ്മളിലേക്കും കടന്നു വരുന്നുണ്ട്. ഈ അടുത്തൊരു കഥ വായിക്കുകയുണ്ടായി. ഒരു കല്യാണ വീട്ടിലെ ഭക്ഷണം, അത് ബാക്കി വന്നത് ഒരു വലിയ കുടി കുടിച്ച് ആ കുടിയിലേക്ക് ആ ബിരിയാണി മുഴുവൻ തള്ളിയിടുകയാണ്. കുടുംബക്കാർ പറയുന്നുണ്ട്, അതിലേക്ക് ചവിട്ടിത്താഴ്ത്ത്, കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളിയായ ഈ മനുഷ്യൻ കാലുകൊണ്ട് ആ ബിരിയാണി ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തുമ്പോ കണ്ണ് നിറയുന്നുണ്ട്. കണ്ടു നിന്നൊരാൾ ചോദിച്ചു, എന്തേ കരയുന്നത്? മകളെ ഓർത്തുപോയി, മോളെ ഓർത്തുപോയി. മോള് പഠിക്കാണോ? അല്ല, മകള് മരണപ്പെട്ടു. എങ്ങനെയാണ് മകള് മരിച്ചത്? പട്ടിണിയാണ്, വിശപ്പാണ്, പട്ടിണിയാണ് എൻ്റെ മകൾ മരിക്കാനുള്ള കാരണമെന്നൊരു മനുഷ്യൻ പറയുമ്പോൾ വിശപ്പ് സഹിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഇസ്ലാം ലളിതമാക്കിയ കല്യാണങ്ങൾ, ഇസ്ലാമിലെ ആഘോഷങ്ങൾ അത് ആർഭാടങ്ങളിലേക്ക് വഴിമാറുന്നത്? വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കണം. വലാ തുബദ്ദിർ തബ്ദീറാ, ഒരിക്കലും ധൂർത്തടിക്കുന്ന, അതിരുവിടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സഹോദര നമ്മൾ മാറരുത്. ലളിതമാണ് ഇസ്ലാം. ഇസ്ലാമിലെ ആരാധനകൾ, ഇസ്ലാമിലെ ആഘോഷങ്ങൾ എല്ലാം ലളിതമാണെന്ന് തിരിച്ചറിവോടുകൂടെ അങ്ങനെ നമ്മുടെ ആരാധനകളെ കൂടെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാളിൻ്റെ സന്തോഷം അത് പരസ്പരം പങ്കുവെക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് പെരുന്നാളിൻ്റെ സന്തോഷം ഉണ്ടാകണം. അതോടൊപ്പം മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
മക്കളുടെ കൈ പിടിച്ച് അവരുടെ ഖബറ് കാണാൻ പെരുന്നാളിന് തന്നെ പോകണമെന്നില്ല. പക്ഷേ അവരുടെ ഖബറ് നമ്മുടെ മക്കൾ കാണണം. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് മക്കൾ അറിയണം. അപ്പോഴാണ് ഏതെങ്കിലും ഒരു ഖബറിൽ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഖബറിൽ നമ്മുടെ മക്കളുടെ കണ്ണുനീര് വീടുക, അവരുടെ പ്രാർത്ഥനകൾ ആകാശങ്ങളിലേക്ക് ഉയരുക. മക്കൾക്ക് അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പരസ്പരം പ്രാർത്ഥിച്ച് ബലികർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. അതിൻ്റെ സംഘാടകരായി, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ ഉണ്ടാകണം. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, പെരുന്നാളിൻ്റെ സുദിനം സ്വതക്കയുടെ സുദിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. സ്ത്രീകളോട് പ്രത്യേകം ബിലാൽ റളിയല്ലാഹു തന്നെ പറഞ്ഞയച്ച് സ്വതക്കകൾ നൽകാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുക, തക്ബീറുകൾ മുടക്കുക, പരസ്പരം ചേർന്ന് നിൽക്കുക. ഐക്യത്തിലാണ് ഈ ഉമ്മത്തിൻ്റെ എല്ലാ ഖൈറും. ഭിന്നത, നമുക്കിടയിലുള്ള കക്ഷിത്വം, നമുക്കിടയിലുള്ള ചേരിതിരിവ് ഈ സമുദായത്തെ, ഈ സംഘത്തെ തകർക്കും എന്ന തിരിച്ചറിവോടുകൂടെ സ്നേഹിക്കാൻ, ചേർന്ന് നിൽക്കാൻ, പെരുന്നാളിന് പരസ്പരം ഹൃദയങ്ങളൊന്ന് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ സ്വർഗം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ അമലുകൾ നീ